പവിത്രത്തിൻ്റെ നെക്സ്റ്റ് വീക്കെൻഡ് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രം വന്ന് കുളിച്ച് സുന്ദരനായി വേദന കയ്യും പിടിച്ചുകൊണ്ട് തന്നെ ശ്രീരാമൻ്റെയും നമ്മുടെ ആ ഫോട്ടോത്തുമ്മൽ പൂജിച്ച് വിളക്കൊക്കെ കത്തിച്ച് അങ്ങനെ അനുഗ്രഹമൊക്കെ മേടിച്ച് നല്ല സന്തോഷത്തോടെ പിന്നെ അത് കൊണ്ടുപോകുന്നത് നമ്മുടെ വേദന വീട്ടിലേക്കിന്. എന്തായാലും വിക്രമിന് നല്ല സന്തോഷമുണ്ട്, പ്രത്യേകിച്ച് അത് എതിർക്കണമൊന്നുമില്ല. അങ്ങനെ ആ വീട്ടിലത്തെ ചടങ്ങുകളൊക്കെ കഴിയുന്നുണ്ട്. പിന്നെ നമ്മുടെ വേദര അമ്മയും അതുപോലെ തന്നെ മുത്തശ്ശിയൊക്കെ കൂടി വന്നിട്ട് വിക്രമിനെയും വേദര വീട്ടുകാരെയും എല്ലാവരെയും കൂട്ടി കഴിഞ്ഞിട്ട് വേദര വീട്ടിലേക്ക് പോകുന്നുണ്ട്. വേദര വീട്ടിലും നല്ല സ്വീകരണം തന്നെയൊക്കെ ആയിരുന്നു. പക്ഷേ അത് അധികം നേരത്തേക്ക് ഉണ്ടായില്ല എന്ന് മാത്രം. അവിടെ ചെന്നും ഓരോ ബുദ്ധികളൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മുടെ വർഷയും അതുപോലെ തന്നെ നന്ദിനിയും കൂടിയിട്ടാണ് അതിനുള്ള കാര്യങ്ങളൊക്കെ ഒപ്പിക്കുന്നത്. വേദര അച്ഛനും ചേച്ചിയും ഒക്കെ നല്ല അനിയത്തിയും ഒക്കെ സന്തോഷത്തോടെ തന്നെയാണ് വിക്രമിൻ്റെ കാലിലൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്ത് വിക്രമിനെ ശരിക്കും ഒരു മണവാളനെ സ്വീകരിക്കുന്ന സമയത്തോടുകൂടി എല്ലാ ചടങ്ങുകളും ഭംഗിയാക്കി നടത്തി അങ്ങനെ അകത്തേക്ക് സ്വീകരിക്കുന്നൊക്കെ ഉണ്ട്. വിക്രമിനും വലിയ സന്തോഷമൊക്കെ ആവും. വീട്ടിൽ ചെയ്ത പോലെ തന്നെ ശ്രീരാമൻ്റെയും സീതയുടെയൊക്കെ ഫോട്ടോയിൽ പൂജിച്ച് വിളക്കൊക്കെ അത് കത്തിക്കും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി രണ്ടുപേരും പ്രണയത്തോടൊക്കെ തന്നെയാണ് വിളക്ക് തിരി കത്തിക്കുന്നതും. ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവർക്കും. അപ്പോൾ നന്ദിനി അതിനിടയ്ക്കിനി ബുദ്ധി ഒപ്പിക്കുന്നത് ഒരു വള നമ്മുടെ വർഷേരെ മാറ്റി വെച്ച് ഇവർ നല്ല സന്തോഷത്തോടെ ആ മാഷും ഉണ്ടായിരുന്നു കേട്ടോ. പാവം മാഷില്ല എന്ന് പറഞ്ഞിട്ട് കൂടെ പോന്ന് നിർബന്ധിച്ച് കഴിഞ്ഞിട്ട് അച്ഛമ്മ വിളിച്ചിട്ടുണ്ടാണ്. അപ്പോഴാണ് വർഷ അവിടെ ബഹളം വയ്ക്കുന്നത്. ഒരു വള കാണാനില്ല, 4 വള വെച്ചോടത്ത് ഒരു വളയില്ല. അത് ഇവർ രണ്ടുപേരും കൂടെ ഒപ്പിച്ച പണിയായിരുന്നു. വർഷേരെ നമ്മുടെ വിക്രമിൻ്റെ വീട്ടുകാരെ കളിയാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു. എല്ലാവരുടെ മുന്നിൽ വെച്ച് വള കാണാനില്ല എന്ന് പറഞ്ഞ് വർഷ വലിയ ബഹളമൊക്കെ വയ്ക്കുന്നുണ്ട്. അങ്ങനെ അപമാനിക്കപ്പെടുമ്പോൾ വിക്രമിന് ദേഷ്യം വരുന്നുണ്ട്. വിക്രം അച്ഛമ്മയോട് പറയുന്നുണ്ട്, അച്ഛമ്മല്ലേ ഇതിനെല്ലാത്തിനും കാരണം, ഇവിടെ ഈ വീട്ടിലേക്ക് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ, പൂജയും അതും ഇതും ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അച്ഛമ്മ അല്ലല്ലേ ഇപ്പോൾ ഈ അപമാനം വരുത്തി വെപ്പിച്ചെന്നൊക്കെ ചോദിച്ച് അച്ഛമ്മനോട് പൊട്ടിത്തെറിക്കുന്ന ആദ്യമായിട്ട് വേദനയിൽ കാമാന്നൊരക്ഷരം മിണ്ടാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് വിക്രമിനോട് ഇങ്ങനെ അഭിനയിക്കേണ്ട, നിങ്ങൾ ഫാമിലി എടുത്തിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ദേഷ്യം വരുന്ന വിക്രമിന്. വിക്രം അങ്ങനെ ശ്രീകാന്തിൻ്റെ കുരയ്ക്കിന് പിടിക്കുന്നൊരു ഭാഗം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വേദയുടെ അച്ഛൻ അത് തടയാൻ ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല വേദയുടെ അച്ഛനൊക്കെ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് ആ പെട്ടെന്നുള്ള വിക്രമിൻ്റെ ആ ദേഷ്യത്തിൽ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.